ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവക്കാഡോ ഹമ്മൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അവക്കാഡോ ഹമ്മൂസ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിപ്പാണ്. അപ്പോൾ എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹമ്മൂസാണിത്. അപ്പോൾ അവക്കാഡോയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ അവക്കാഡോ ഹമ്മൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കടല വേവിക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കടല വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ വെള്ളക്കടല ഒരു 200 ഗ്രാം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അലിഞ്ഞ് പോകുന്ന അത്രയും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 അവക്കാഡോ ആണ് ചേർക്കുന്നത്. അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. അപ്പോൾ അത് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് കോരിയെടുത്താൽ തന്നെ കിട്ടും. അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം കടലക്ക് ഞാൻ 2 ബട്ടറാണ് 2 അവക്കാഡോ ആണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഹമ്മൂസ് ഉണ്ടാക്കുമ്പോൾ അവക്കാഡോ ചേർക്കാറില്ല. കടല അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അവക്കാഡോ ഹമ്മൂസ് ആയതുകൊണ്ടാണ് അവക്കാഡോ 2 ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഞാനൊരു കൈപ്പിടി ഇലൊതുങ്ങണ അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. നമ്മുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ജീരകപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒലിവ് ഓയിൽ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും കൂടെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ടും കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ, അങ്ങനെ തന്നെ അരച്ചെടുക്കുക. നമ്മുടെ തൈരും ചെറുനാരങ്ങ നീരും എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ നമുക്കത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനുള്ള ഒരു പാകത്തിനായി കിട്ടും. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ടേസ്റ്റാണിത്, നല്ല സ്മെല്ലുമാണിത്. ജീരകപ്പൊടി കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് സാധാരണ ഹമ്മൂസിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ അവക്കാഡോ ഹമ്മൂസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കടല വേവിക്കുന്ന ഒരു സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിക്കാതെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒഴിച്ചാൽ മതി. ഒലിവ് ഓയിൽ ഇതിൽ പ്രധാനപ്പെട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞാനൊരു 2 ചെറുനാരങ്ങൻ്റെ പീസും കുറച്ച് മല്ലിയിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട് ഇത് കഴിക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ അവക്കാഡോ ഹമ്മൂസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.